അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിന്നുകളെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? ജിന്നുകളെ മനുഷ്യർക്ക് മുൻപ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ജിന്നുകളെ സൃഷ്ടിച്ചത് തീ കൊണ്ടുമാണ്. എന്നാൽ നമ്മളിൽ പല ആളുകളുടെയും ഒരു ധാരണയുണ്ട്, ജിന്നുകൾ ഒരു പൈശാചിക ശക്തികളാണ് എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. നമ്മളെപ്പോലെ അള്ളാഹുവിനെ ആരാധിക്കലും പിന്നെ അള്ളാഹുവിനെ പ്രകീർത്തിക്കലൊക്കെ അവർക്കുണ്ട്. കാരണം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അദാരിയത്ത് ആയത്ത് 56 പറഞ്ഞിട്ടുണ്ട്, ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെപ്പോലെ ഒരു ജീവിതവും നമ്മളെപ്പോലെ നന്മ തിന്മകൾ വേർതിരിച്ചറിയണതും പിന്നെ നിസ്കാരവും ഒക്കെ അവർക്കും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ അവരെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയണത്. അപ്പോൾ നമ്മൾ ഭയക്കേണ്ട ഒന്നല്ല ജിന്നുകൾ. കാരണം അവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. നമ്മളെപ്പോലെ അള്ളാഹുവിനെ സ്തുതിക്കുകയും നിസ്കരിക്കുകയും ദുആ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ജിന്നുകളും. അപ്പോൾ നമ്മളെപ്പോലെ മറ്റൊരു വിഭാഗം കൂടി അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ വളരെ അത്ഭുതം തോന്നുന്നുണ്ട് അല്ലേ? അഗ്നി കൊണ്ട് സൃഷ്ടിച്ച അവരെങ്ങനെയായിരിക്കും എന്ന് കാണാനുള്ള ആഗ്രഹവും നമുക്കുണ്ട് അല്ലേ? എന്നാൽ അവർക്ക് നമ്മളെ കാണാൻ കഴിയും, ജിന്നുകൾക്ക് നമ്മളെ കാണാൻ കഴിയും, മനുഷ്യരെ കാണാൻ കഴിയും. പക്ഷേ നമുക്കവരെ കാണാൻ കഴിയില്ല. കാരണം അവർ അദൃശ്യമായൊരു ലോകത്താണ്. അപ്പോൾ നമ്മൾ വസിക്കുന്ന ഈ വീട്ടിലോ അല്ലെങ്കിൽ ഈ പ്രദേശത്തോ ഒക്കെ അവർ കാണും. അവരുടെ വാസസ്ഥലങ്ങൾ മിക്കവാറും ഇരുൾ മൂടിയ ഒരു അന്തരീക്ഷത്തിലാണ് എന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. എനിക്കങ്ങനെ വ്യക്തമായിട്ട് അറിയില്ല. എന്നാലും നമ്മൾ അവരെ പേടിക്കേണ്ടതില്ല. കാരണം അവരിലും ഉണ്ട് നല്ല ആളുകളും, അവരിലും ഉണ്ട് നമ്മൾ മനുഷ്യരെ പോലെ മോശം ആളുകളും. മനുഷ്യർ മോശമാണെന്നല്ല കേട്ടോ പറഞ്ഞത്, നല്ല ആളുകളും മോശം ആളുകളും മനുഷ്യരിലും ഉണ്ട്, ജിന്നുകളിലും ഉണ്ട്.